എറണാകുളം ജില്ലയിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിൽ എടമനക്കാട്, പഴങ്ങാട് മേഖലയിൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയെന്ന വാർത്തകൾ വരുന്നുണ്ട്. പൂയംകുട്ടി, മണികണ്ഠൻ ചാൽ, ചപ്പാത്ത് മുങ്ങിപ്പോയി. കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് ലക്ഷദ്വീപിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടുവെന്ന് വാർത്ത. വിഷ്ണു സുരേഷ് എറണാകുളത്തെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. പറയൂ വിഷ്ണു. എറണാകുളത്ത് ഈ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ നഗരമേഖലയിലും ഗ്രാമമേഖലയിലും മലയോര മേഖലയിലും അതോടൊപ്പം തീരദേശ പ്രദേശത്തും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. നഗരമേഖലയിൽ രാവിലെ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. പക്ഷേ വെള്ളക്കെട്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. മലയോര മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മണികണ്ഠൻ ചാൽ, ചപ്പാത്തും അതോടൊപ്പം തന്നെ പൂയംകുട്ടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. രാത്രികാല യാത്ര മലയോര മേഖലയിൽ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഏറ്റവും വലിയ ആശങ്ക എറണാകുളത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് തീരദേശ മേഖലയിലാണ്, പ്രത്യേകിച്ച് കണ്ടമാലിയിലും എടവനക്കാട് പഴങ്ങാട് മേഖലയിൽ ഇപ്പോൾ തന്നെ വീടുകളിലേക്ക് കടലേറ്റത്തെ തുടർന്ന് വെള്ളം കയറുന്നുണ്ട്. കണ്ണമാലി, ചെറിയ കടവ് അതോടൊപ്പം ഷാപ്പുംപടി മേഖലകളിലും വലിയ രീതിയിൽ കടൽ കയറിയിരുന്നു. 12 മണി മുതൽ 2 മണി വരെയാണ് കടലുകയറ്റം ഉണ്ടായിരുന്നത്. ആ കടൽ കയറിയ സമയത്ത് വീടുകളിലൊക്കെ വെള്ളം അടിച്ചു കയറുകയും അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ ഉപകരണങ്ങൾക്കൊക്കെ വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 ദിവസവും റെഡ് അലേർട്ട് തുടരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം ആളുകൾ ചില ജാഗ്രതകൾ കർശനമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളക്കെട്ടുകൾ കാണുമ്പോൾ അതിലിറങ്ങുന്ന ഒരു പ്രവണത ഇന്ന് ജില്ലയിൽ പലയിടങ്ങളിലും കണ്ടു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ജില്ലയിൽ 2 ദിവസത്തിൽ പെയ്ത മഴയിൽ മഴക്കെടുതിയുടെ ഭാഗമായി ഏകദേശം 19 വീടുകളാണ് നഷ്ടപ്പെട്ടത്. അതീവ ജാഗ്രത പുലർത്തണം. താങ്ക് യു വിഷ്ണു.